പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ തന്നെ നേരിട്ട് വരാം. പക്ഷേ തുടക്കം മുതലേ സോളമൻ ഇടപെട്ടതുകൊണ്ട് കാര്യങ്ങൾ വൈകാതെ തീരുമാനമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മേ ബി മിസ്റ്റർ റോഷൻ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞു വരുന്ന ചിത്രം മീരയ്ക്ക് യാതൊരുവിധ അനാവശ്യ ബന്ധങ്ങളോ ഇടപെടലുകളോ ഒന്നുമില്ല എന്നതാണ്. ഒരുപക്ഷെ റേപ്പ് അറ്റംപ്റ്റ് ആയിരിക്കാനുള്ള സാധ്യത പോലുമില്ല. കാരണം ടൗണിൽ നിന്നും താരതമ്യേന ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ലേഡീസ് ഹോസ്റ്റൽ. വ്യക്തമായ പ്ലാനിങ്ങോടെ നേരത്തെ ആ ഹോസ്റ്റൽ അറിയാവുന്ന ഒരാൾക്കല്ലാതെ അതിനകത്തേക്ക് കയറാൻ കഴിയില്ല. ഒരുപക്ഷെ മർഡറർ അല്ലെങ്കിൽ കിഡ്നാപ്പർ. ഹോസ്റ്റലിൽ തന്നെ ആരെങ്കിലും ആയിക്കൂടൊന്നുമില്ല. എന്തായാലും 1-2 പേരെ കൂടി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇയാളാണ് സാർ അന്നവരെ ഹോസ്റ്റലിൽ വിട്ടത്. എന്താണോ തൻ്റെ പേര്? സത്യൻ. പേര് പോലെ തന്നെ ആയിരിക്കണം എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും. സത്യം മാത്രമേ പറയാവൂ. ഏകദേശം എത്ര മണിയായി കാണും താങ്കൾ അവരെ ഹോസ്റ്റലിൽ വിട്ടപ്പോൾ? ഒരു 7 മണിയെ കാണും സാർ. ഓട്ടോയിൽ എത്ര പേരുണ്ടായിരുന്നു? 2 പേര് സാർ. ടൗണിൽ നിന്നും ഈ പറഞ്ഞ ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാക്സിമം എത്ര സമയം വേണം ഓട്ടോയിലെത്താൻ? പരമാവധി 20 മിനിറ്റ് മതി സാർ. എത്ര മണിക്കാണ് താങ്കൾ അവരെ ഓട്ടോ കയറ്റിയത്? 6:30 കാണും സാർ. 6:30. താങ്കൾ ഇത്ര കൃത്യമായിട്ട് അവരെ ഓർത്തിരിക്കാൻ കാര്യം? ഇതിനു മുമ്പ് കുറേ തവണ ഞാൻ അവരെ ഹോസ്റ്റലിൽ വിട്ടിട്ടുണ്ട് സാർ. അതുകൊണ്ട് എനിക്ക് അവർ നന്നായിട്ട് അറിയാം. താങ്കൾ എവിടെയാണ് ഓട്ടോ പാർക്ക് ചെയ്യുന്നത്? ടെക്സ്റ്റൈൽസിൻ്റെ അടുത്ത് നിന്നും കുറച്ച് മാറിയാണ് സാർ. അവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ്? അതെ. ഇന്നലെ അവർ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കയറുകയാണോ ചെയ്തത്? അയ്യോ അല്ല സാറേ, ഞാനൊരു ഓട്ടം കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോഴവരെൻ്റെ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് കയറി. എവിടെ വെച്ച്? ഹോട്ടൽ ഇന്റർനാഷണലിന്റെ ഫ്രണ്ടിൽ വെച്ച്. എവിടെ വെച്ച്? ഹോട്ടൽ ഇന്റർനാഷണലിന്റെ ഫ്രണ്ടിൽ. താങ്കൾ അവരെ പിക്ക് ചെയ്തു എന്ന് പറയുന്ന സമയം 6:30 കറക്റ്റാണോ? ഏറെക്കുറെ 6:30 തന്നെയായിരുന്നു സാർ. കാരണം ഞാനൊരു ഹോസ്റ്റലിൽ വിടുമ്പോൾ 7 മണി ആവാറായിരുന്നു. ഹോട്ടൽ ഇന്റർനാഷണൽ ഫ്രണ്ടിൽ ഫ്രൂട്ട് സ്റ്റാളോ ഫ്രൂട്ട് വിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും കടകളുണ്ടോ? അയ്യോ ഇല്ല സാർ. അതെങ്ങനെ താങ്കൾക്ക് ഇത്ര കൃത്യമായി പറയാൻ കഴിയും? സാറേ, ഞാൻ 5-6 വർഷമായി സാർ ഇവിടെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഈ ടൗണിന്റെ മുക്കുമൂലയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ടെക്സ്റ്റൈൽസിന് അടുത്താണ് താങ്കളുടെ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞല്ലോ. അതെ. ടെക്സ്റ്റൈൽസിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു കടയുണ്ടോ? ഫ്രൂട്ട് സ്റ്റാളോ മറ്റോ? ഉണ്ട് സാർ, ഉണ്ട്. ടെക്സ്റ്റൈൽസിൽ നിന്നും എത്ര ദൂരം കാണും ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക്? ഒരു 500-600 മീറ്റർ കാണും സാർ. നടന്നു പോകാനാണെങ്കിൽ എത്ര സമയം വേണം? ഒരു 15 മിനിറ്റ്. ഹോട്ടൽ ഇന്റർനാഷണൽ അടുത്താണോ ബസ് സ്റ്റാൻഡ്? അല്ല സാർ, ബസ് സ്റ്റാൻഡ് ടെക്സ്റ്റൈൽസിൽ നിന്നും ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക് വരുന്നതിന്റെ ഓപ്പോസിറ്റ് പോകണം. ഹോട്ടൽ ഇന്റർനാഷണൽ ഫ്രണ്ടിൽ നിന്നാണ് അവരെ ഓട്ടോ കയറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ എത്ര പേരുണ്ടായിരുന്നു അവിടെ? 2 അതോ 3? ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഒരാളോ? അതെ സാർ, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ രണ്ടാമത്തെ ആളെ താൻ എവിടുന്നാ കയറ്റിയത്? സാർ, രണ്ടാമത്തെ ആളെ അവിടുന്ന് തന്നെയാണ് കയറ്റിയത്. പക്ഷേ ഓട്ടോയ്ക്ക് കൈ കാണിക്കുമ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ ഹോട്ടൽ ഇന്റർനാഷണലിന്റെ അകത്തുനിന്ന് ഇറങ്ങി വരികയായിരുന്നു.